നമ്മൾ സാധാരണയായി ചില പാലങ്ങളുടെ മുകളിലൂടെ പോകുമ്പോൾ ചെറിയ ശബ്ദത്തിൽ ഹമ്പ് ചാടുന്നത് പോലൊരു ഫീൽ ചെയ്യാറില്ലേ? ഇത് ആക്ച്വലി ഒരു ഹമ്പല്ല. ഇതിനെ പറയുന്ന പേരാണ് എക്സ്പാൻഷൻ ജോയിന്റ്. ബ്രിഡ്ജസിൽ മാത്രമല്ല, ബിൽഡിങ്ങുകളിലും പൈപ്പ് ലൈൻ പ്രോജക്റ്റുകളിലും ഇത്തരം ജോയിന്റ്സ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നു. വ്യത്യസ്തമായ നിർമ്മിതികളിൽ ഇതിന്റെ ഉപയോഗവും വ്യത്യസ്തമാണ്. പാലത്തിന്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അതവിടെ ഒരു ഡൈനാമിക് ലോഡ് സൃഷ്ടിക്കുകയും ഇത് ബ്രിഡ്ജ് ഡെക്കുകളുടെ ചെറിയ ചലനത്തിനും കാരണമാകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ തൊട്ടടുത്തുള്ള ബ്രിഡ്ജ് ഡെക്കുമായിട്ടുള്ള കോൺടാക്റ്റ് ഒഴിവാക്കാനാണ് ഇവിടെ എക്സ്പാൻഷൻ ജോയിന്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ ബിൽഡിങ്ങുകളിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന്റെ ടെമ്പറേച്ചർ ഇൻഡ്യൂസ്ഡ് എക്സ്പാൻഷൻ വഴിയുണ്ടാകുന്ന ക്രാക്കുകൾ ഒഴിവാക്കാനാണ് ഇത്തരം ജോയിന്റുകൾ ഉപയോഗിക്കുന്നത്. ഫ്ലോർ ജോയിന്റ്, വാൾ ജോയിന്റ്സ് ആൻഡ് റൂഫ് ജോയിന്റ്സ് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. പൈപ്പ് ലൈൻ പ്രോജക്റ്റുകളും സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇത്തരം ജോയിന്റുകൾ ഉപയോഗിക്കുന്നത്. എക്സ്പാൻഷൻ ജോയിന്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചും അതിന്റെ ഇൻസ്റ്റാളേഷൻ രീതികളെക്കുറിച്ചും തൊട്ടടുത്ത വീഡിയോകളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു.